ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ 3 ബെഡ്റൂമുള്ള ഒരു ഫാൻസി ടൈപ്പ് വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേളന്നൂർ പുതിയർത്തായം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീടിൻ്റെ മുൻവശത്തൊക്കെ അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് LED ബൾബ് കണ്ടില്ലേ, ആ സൈഡ് ഭാഗത്തൊക്കെ ഫുള്ള് LED ബൾബ് ഇതിനുള്ള ഫുള്ള് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുന്നിൽ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വീടിൻ്റെ മുൻവശത്ത്. ഈ കാണുന്നതാണ് റോഡ്, അതായത് നമ്മൾ പുതിയർത്തായം റോഡില്ലേ, പുതിയർത്തായം ചെറുക്കോയി റോഡാണ് ഈ കാണുന്നത്. ആ കാണുന്ന റോഡിൻ്റെ മുകളിൽ ഒരു 100 മീറ്ററിൻ്റെ ഉള്ളിൽ കൂട്ടിക്കോളി, അത്രയും ദൂരം വരുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ നമ്മൾ കയറി വരുമ്പം തന്നെ ഈ രീതിയിൽ കേട്ടോ, മുന്നിൽ വലത് ഭാഗത്ത് ഫുള്ള് മതിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇടത് ഭാഗത്തും ബാക്കിലും പുറകിലൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട്. കയറി വരുമ്പം തന്നെ നമുക്ക് കാണുന്ന കാഴ്ച ഇതുപോലെ കേട്ടോ. അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു ഗേറ്റിനുള്ള അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ വണ്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ വണ്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് വന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. വീടിൻ്റെ മുൻവശത്തുള്ള ചെറിയൊരു സിറ്റ് ഔട്ടാണ് നമ്മൾ മുന്നിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. ഈ ഒരു സ്പേസ് ചെറിയൊരു സ്പേസ് ആട്ടോ. അതിൻ്റെ അവിടെയൊക്കെ നല്ല തൂണിലൊക്കെ ഫുള്ള് നല്ലൊരു കല്ലൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. മുന്നിൽ നല്ല പ്ലാവാണെന്ന് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഡിസൈൻ ചെയ്തിട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ പണിയൊക്കെ അങ്ങനെ കഴിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് കാണാൻ പറ്റുന്നത്. മുന്നിലൊക്കെ മരത്തിൻ്റെ ജനവാതിലാണ്, ഒക്കെ നല്ലൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് ഒരു ഭംഗിയിലാട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം വീടിൻ്റെ ഇവിടെ ചെറിയൊരു കാർപോച്ച് മാറിയ സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഓൾറെഡി സ്പേസിൻ്റെ ആവശ്യമില്ല, കാരണം വീടിൻ്റെ മുൻവശത്ത് കണ്ടില്ലേ, ഈ വലത് ഭാഗത്ത് കണ്ടില്ലേ. നമുക്കൊരു ഉദാഹരണം പറയാം, ഒരു കുട്ടി ബസ്സൊക്കെ നേരെ കയറ്റിയിട്ട് ഒരു കുട്ടി ബസ് കേട്ടോ, നമ്മളെ വലിയ ബസ്സല്ല, ഒരു കുട്ടി ബസ്സൊക്കെ നേരെ വന്നിട്ട് ഇവിടെ കയറ്റി നിർത്തിയിടാൻ പറ്റുന്ന അത്രയും സ്പേസ് ഈ സൈഡ് ഭാഗത്തുണ്ട് കേട്ടോ. ഒരു 2 ഫോർച്യൂണറോ 3 ഫോർച്യൂണറൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഏരിയയിൽ ഒന്ന് അടുപ്പിച്ചൊക്കെ ആണെങ്കിൽ അവിടെ നിർത്തിയിടാൻ പറ്റും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് ഒരു മാരുതി 800 നിർത്തിയിട്ടുള്ള സ്പേസ് ഇത് അവിടെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല, അതാ ഇതിന് മുറ്റം പറഞ്ഞാൽ അത്ര വരും. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരു 2-3 ഇന്നോവ വണ്ടിയൊക്കെ നിർത്തിയിട്ടാലും ഇവിടെ ബൈക്ക് വെച്ച് കഴിഞ്ഞാലും സ്പേസ് ഉണ്ട്. അത്രയും രീതിയിൽ മുൻവശത്ത് നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അത് കൂടാതെ തന്നെ വലത് ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന സ്പേസ് ഉണ്ടല്ലേ, ഇവിടെ നമുക്ക് ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, ഇവിടെ നമുക്കൊരു ചെറിയ കാറൊക്കെ നിർത്തിയിട്ട് ആ തറ്റം വരെ നമുക്കൊരു ചെറിയ കാർ നിർത്തിയിട്ടുള്ള സ്പേസ് ഇവിടെയുണ്ട് കേട്ടോ. ഒരു 800 മാരൊക്കെയുള്ള ചെറിയ കാറില്ലേ, അതൊക്കെ നിർത്തിയിട്ടുള്ള സ്പേസ് അത്രയും ഇവിടെയുണ്ട്. വീടിൻ്റെ വലതുവശമാണ് നിങ്ങൾ കാണുന്നത്, ഒക്കെ മരത്തിൻ്റെ ജനവാതിലാണ്. ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ, ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട്. ഫുള്ള് പണി കംപ്ലീറ്റ് കഴിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. വീടിൻ്റെ പിറകുവശമാട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ പിറകുവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രസമുള്ളൊരു ഒരു പറമ്പ് തന്നെയാണ് ബാക്കിലൊക്കെ ഉള്ളത്. ഇവിടെ പുറത്തുള്ളൊരു ബാത്റൂമാണ് കാണുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ പിറകത്തെ ഡോറാണ് കാണുന്നത്. മുകൾ വശമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിലൊരു തെങ്ങ് കേട്ടോ, ആ ഭാഗത്തൊരു തെങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. കിണറാ കാണുന്ന കേട്ടോ. കിണർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി നമുക്കൊരു അവകാശമായിട്ട് ആ കാണുന്ന ചെറിയൊരു ഗ്യാപ്പില്ലേ, അതിൽ ഒരു കിണറുണ്ട്. അത് പകുതി ആയിട്ട് അവകാശമായിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ള് സ്ലാബ് ഇട്ടിട്ട് മൂടിക്കണം. അങ്ങനെ അപ്പുറത്തെ വീട്ടുകാർക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് മൂടാൻ പറ്റില്ല, സ്ലാബ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇതാക്കാം. നമുക്ക് വേണമെങ്കിൽ കിണർ ഇവിടെ കുഴിക്കാം, മുന്നിൽ കുഴിക്കാം, സ്പേസ് ഉണ്ട്. പക്ഷേ ഓൾറെഡി നല്ല വെള്ളമാണ്. പിന്നെ അപ്പുറത്തെ വീട്ടുകാർ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് കിണർ പകുതി അവകാശം നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത്രയും സ്പേസ് മാനേജ്മെൻറ്റൊക്കെ നമുക്ക് കറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കിണർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വണ്ടിയൊക്കെ ഉള്ള സംവിധാനമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയൊരു കിണർ കുഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ചെറിയ കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വെള്ളം കിട്ടും കേട്ടോ. ഒരു വലിയൊരു ഇത് കുഴിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ചെറിയൊരു ആഴത്തിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഒന്ന് കാണാം കേട്ടോ. ഇതെല്ലാം ഇവിടെ ഉള്ള ചാവി, ബാക്കിലേക്കിൻ്റെ ചാവി ഒന്ന് ബാക്ക് പോയോട്ടെ. അതിൻ്റെ മുൻവശത്താണ് ഡോറിൻ്റെ ചാവി എന്ന് വെച്ചിട്ട്
പോയി നോക്കിയാൽ ഞാൻ വീഡിയോ കുറച്ച് ലെങ്ത്തായിട്ട് എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മളെ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ട് അവിടെ എവിടെയോ ഡോർ തുറക്കുന്നത് ചാവി വെച്ചതാ ഇതല്ലേ ചാവി. ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ട് അതിൽ നമ്മൾ ചെറിയൊരു ക്ലിപ്പ് മാത്രമാണല്ലോ ഇടുന്നത്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉള്ളു കാണിക്കുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. യൂട്യൂബ് നോക്കിയാൽ യൂട്യൂബിലാണെങ്കിൽ ആ വീടിൻ്റെ ഒരു വിധത്തിലുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കും. ഉള്ളിൽ കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഉള്ളിൽ കാണിക്കാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു വിധം എല്ലാം കാണിക്കുന്നതാണ്. എൻ്റെ ചാവി തന്നെയല്ലേ ഔട്ട്. ഓക്കെ, ചാവി തന്നെ കേട്ടോ. ഇപ്പോഴത്തെ ലോക്ക് 2 ലോക്കും 3 ലോക്കൊക്കെ ആയതുകൊണ്ടേ ഇതിപ്പോൾ 4 ലോക്ക് 5 ലോക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളിലൊക്കെ പണി നടക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ളത്. നമ്മളിതാ മുൻവശത്തുണ്ടല്ലേ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സ്പേസിൽ നിന്ന് നേരെ നമ്മളിതാ ഇതിലേക്കോട്ട് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലേ നല്ല രീതിയിലുള്ള ഇവിടെ നമുക്കൊരു ടി വി ഒക്കെ വെച്ചിട്ട് സോഫയൊക്കെ വെച്ച് ഇവിടെ സെറ്റപ്പ് ആക്കാം. അല്ലെങ്കിൽ ടി വി ഇവിടെ വെക്കാം കേട്ടോ. ടി വി ഇവിടെ വെച്ചിട്ട് നമുക്ക് വരുമ്പോൾ അവിടെ സോഫയും ഇതൊക്കെ സെറ്റപ്പ് ആക്കാം. മോൾ വശത്ത് ഫുള്ള് കണ്ടില്ലേ എല്ലാത്തിനും ഇൻബിൽട്ടായിട്ട് തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള LED ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ കയറിയിട്ട് ഇവിടെ വന്നിട്ട് അത് നല്ലൊരു കാര്യം കേട്ടോ. കാരണം ഇവിടെ നമ്മൾ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുക, ഇവിടെ നമുക്ക് ടി വി ഒക്കെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഡൈനിങ് റൂം മാറി കേട്ടോ. ഒരു ഡൈനിങ് റൂം മാറി ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു പൈപ്പിൻ്റെ കണക്ഷൻ ഇതൊക്കെ കാണാൻ പറ്റും. നല്ല സ്പേസ്. ഇവിടെ ഇതുപോലെ ഒരു 4 LED ബൾബിനൊക്കെ ഉള്ള ഇൻബിൽട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടൈലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ടൈലാണ്. ഞാൻ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചിട്ടാണ്ടില്ല. ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. ഇവിടെ ഡൈനിങ് റൂം ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കിത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെയൊക്കെ എത്ര സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് സോഫയൊക്കെ വെച്ചിട്ട് വിസിറ്റേഴ്സിന് ഇരുത്തി ഇവിടുന്ന് ടി വി ഒക്കെ കാണിച്ച് ഇവിടെ നമുക്ക് ഇതാ ഷെയർ കേസ് ഉണ്ട്. മേലോട്ടൊക്കെ കയറി നല്ല അടിപൊളി അവിടെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയും സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോകാം കേട്ടോ. കിച്ചൺ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചണാണ്. അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഇൻബിൽട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പം മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പാട്ടത്. അത്യാവശ്യം നല്ല സ്പേസ് ഇത് അവിടെ. മുകളിൽ കയറിക്കഴിഞ്ഞാൽ മുകളിൽ അതുപോലെ താഴത്ത് കണ്ട് അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അല്ലേ. നല്ലൊരു എന്താ പറയുക വെച്ചാൽ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വിസ്താരമായിട്ടുള്ള സ്പേസ്. നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സോഫ ഒക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. അവിടെ ഒരു പറഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടത് ഭാഗത്ത് റൂം കേട്ടോ. ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. അതും ബാത്റൂം അറ്റാച്ച്ഡാണ്. നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. റൂമിന് പ്രത്യേകം വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് സിറ്റ് ഔട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ റൂം വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാം കേട്ടോ. ഓപ്പൺ ഡോർസാണ്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഇതും ബാത്റൂം അറ്റാച്ച്ഡ് കേട്ടോ. താഴത്തെ ബെഡ്റൂം ഇതാണ് കേട്ടോ. താഴത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ മൊത്തം 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, കിണർ, ചുറ്റുമതിൽ വേണം.